എല്ലാവർക്കും നമസ്കാരം. മാസ്റ്റർ കെ അക്കാഡമി ഒരുപാട് ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നതാണ്, പല പല സബ്ജക്റ്റിൻ്റെത്. അവിടെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കുന്ന കോഴ്സാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. കഴിഞ്ഞ ഡയറി ഫാം ഇൻസ്ട്രക്ടറിന്റെ റിസൾട്ടിന് ശേഷം ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിക്കുകയാണ് ഈ കോഴ്സിന് എന്താണ് ലോങ് ടൈം ബാച്ച് തുടങ്ങാത്തത്. അതായത് റിസൾട്ട് വന്നപ്പോൾ ഫസ്റ്റ് റാങ്ക് കിട്ടിയ നമ്മുടെ ഉദ്യോഗാർത്ഥി സുമയ്ക്കായിരുന്നു. ഫസ്റ്റ് റാങ്കിനൊപ്പം തന്നെ ഏറ്റവും സന്തോഷം നമുക്ക് കാര്യത്തിൽ അറിയാമോ, ആ ലിസ്റ്റിലെ മെജോറിറ്റി കുട്ടികൾ പഠിച്ചതും മാസ്റ്റർ കെ അക്കാഡമിയിലായിരുന്നു. മാത്രമല്ല ഇപ്പൊ അഡ്വൈസ് പോയ ലിസ്റ്റ് നോക്കുമ്പോൾ അറിയാം അവിടെയും മെജോറിറ്റി നമ്മുടെ ഉദ്യോഗാർത്ഥി തന്നെയാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ്. അത് കണ്ടിട്ടാണ് മറ്റുള്ളവർ ചോദിക്കുന്നത്, സാർ നിങ്ങൾ ലോങ് ഡേ ബാച്ച് എന്നാണ് തുടങ്ങുന്നത്. അവരുടെ നിർബന്ധ പ്രകാരം തന്നെയാണ് നമ്മൾ ലോങ് ഡേ ബാച്ച് നേരത്തെ ആരംഭിച്ചത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പം ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. കാര്യം എങ്ങനെ പഠിക്കണം, എങ്ങനെ പഠിച്ചു തുടങ്ങണം, എങ്ങനെ റിവിഷൻ ചെയ്യണം, നമ്മുടെ സ്റ്റഡി പ്ലാൻ എങ്ങനെയാണ്, നമ്മൾ എങ്ങനെയൊക്കെയാണ് ക്ലാസ് കൊടുക്കുന്നത്, ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് പ്യൂർലി, അതായത് ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ കോഴ്സിൽ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ള 100% ഉപകാരപ്പെടുന്ന വീഡിയോ ആണ്. അപ്പം ചിന്നു സാറാണ് കഴിഞ്ഞ തവണ ഈ കോഴ്സ് കോർഡിനേറ്റ് ചെയ്തത്. അപ്പം അദ്ദേഹമാണ് ഇതെല്ലാം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് കുട്ടികൾക്ക് നല്ല ക്ലാസ്സുകളൊക്കെ കൊടുത്ത് എക്സാം അങ്ങ് ഇടിയിപ്പിച്ച് ഒരു വലിയ റിസൾട്ട് ഉണ്ടാക്കിയെടുത്തത്. അപ്പോൾ സാറിനോട് ചോദിക്കുകയാണ് ഇത് എങ്ങനെ ഈ കോഴ്സ് കണ്ടക്ട് ചെയ്യുന്നു. സാർ ഇത് നമ്മുടെ ഇപ്പോൾ കണ്ടക്ട് ചെയ്യുന്നത് എത്രാമത്തെ ബാച്ചാണ് ഇപ്പോൾ റണ്ണിങ് ആയിട്ടുള്ളത്? ഇപ്പോൾ നമ്മൾ ഏകദേശം 10ാമത്തെ ബാച്ചാണ് തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ 9 ബാച്ചിൻ്റെ അഡ്മിഷൻ നമ്മൾ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന കോഴ്സിൽ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കെ അക്കാഡമിയാണ്. അതിന് ഒറ്റ കാര്യമുള്ളൂ, സാർ നേരത്തെ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ഒറ്റ കാര്യമുള്ളൂ. നമുക്ക് കഴിഞ്ഞ വട്ടം ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ആദ്യത്തെ ഒട്ടുമിക്ക റാങ്കുകൾ, അതായത് ആദ്യത്തെ 100 റാങ്കിനുള്ളിൽ മെയിൻ റാങ്ക് ലിസ്റ്റിൽ ഒട്ടേറെ കുട്ടികൾക്ക് നമുക്ക് അഡ്വൈസ് മേടിച്ചു കൊടുക്കാനും പലരും ഇപ്പം ജോലിയിൽ പ്രവേശിച്ചിട്ടുണ്ട്. അപ്പം ഏറ്റവും മികച്ച റിസൾട്ടാണ് മാസ്റ്റർ കെ അക്കാഡമിയുടെ ഭാഗത്ത് നിന്ന് ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന കോഴ്സിന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമ്മളിപ്പോൾ 10ാമത്തെ ബാച്ച് അടുത്ത മാസം ആദ്യം തുടങ്ങാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നത് ജൂനിയർ ലാബ് അസിസ്റ്റന്റ് +2 സയൻസ് യോഗ്യതയുള്ള ജൂനിയർ ലാബ് അസിസ്റ്റന്റ് ഏകദേശം 10ഓളം ബാച്ച് ഉണ്ടായിരുന്നു. എനിക്ക് അതിനുശേഷം ഏറ്റവും കൂടുതൽ ബാച്ച് കണ്ടക്ട് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടർ. കാര്യം ഇത് തന്നെയാണ്, നമ്മുടെ റിസൾട്ട് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ സാറിനോട് ചോദിക്കുകയാണ്, സാറേ ഇപ്പം ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സ്ഥാപനത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നു. നമ്മൾ മുമ്പ് കുറച്ച് ക്ലാസ്സുകൾ പഴയ സിലബസ് പ്രകാരം കൊടുത്തതാണ്. അതേ ക്ലാസ്സുകൾ മാത്രമാണോ കൊടുക്കുന്നത്, അതോ പുതിയ ക്ലാസ്സുകളാണോ, അതോ ആ ക്ലാസ് റിമൂവ് ചെയ്തിട്ട് പുതിയ ക്ലാസ്സാണ് കൊടുക്കുന്നത്? കുട്ടികൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവരുത്, എന്ത് ക്ലാസ്സാണ് കൊടുക്കുന്നതെന്ന്. അതിനെപ്പറ്റി ഒന്ന് പറയാമോ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ മാസ്റ്റർ കെ അക്കാഡമി കഴിഞ്ഞ വട്ടം ഡയറി ഫാമിന് ഫസ്റ്റ് റാങ്ക് കിട്ടി. അപ്പം ഏറ്റവും മികച്ച ക്ലാസ്സുകളാണ് നമ്മൾ കഴിഞ്ഞ തവണ കൊടുത്തത്. അതുകൊണ്ട് തന്നെയാണ് 1ാം റാങ്ക് ഉൾപ്പെടെ ഒട്ടേറെ കുട്ടികൾക്ക് ജോലി കിട്ടാൻ സാധിച്ചത്. അതുകൊണ്ട് തന്നെ നമ്മൾ പഴയ ക്ലാസ്, ഓൾഡ് ക്ലാസ് എന്ന് പറയുന്ന ഒരു ഫോൾഡർ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ എല്ലാ സബ്ജക്റ്റിൻ്റെയും, ഫിസിക്സിൻ്റെ ആയിക്കോട്ടെ, കെമിസ്ട്രിയുടെ ആയിക്കോട്ടെ, ബോട്ടണി, സുവോളജി, മാത്സ്, ഡയറി സയൻസ്, എല്ലാ സബ്ജക്റ്റിൻ്റെയും ഏറ്റവും പുതിയ ക്ലാസ്സുകൾ നമ്മൾ റെക്കോർഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ കൂടെ തന്നെ പഴയ ക്ലാസ് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ പഴയ ക്ലാസ്സും കാണാം, അതിനോടൊപ്പം തന്നെ പുതിയ ക്ലാസ്സും നിങ്ങൾക്ക് കാണാം. അതുകൊണ്ട് തന്നെ 2 ക്ലാസ്സും കണ്ട് കമ്പാരിസൺ ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാം. അപ്പോൾ ഇതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഓക്കെ, അത് ഒരുപാട് നല്ല കാര്യമാണ്. കാര്യം എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ 1ാം റാങ്ക് കിട്ടിയ കാര്യം ഡിസ്കസ് ചെയ്യുന്നു, അതേ കണക്ക് തന്നെ ഒരുപാട് പേർക്ക് അഡ്വൈസ് കിട്ടിയ കാര്യം ഡിസ്കസ് ചെയ്യുന്നു. അവിടെ നമ്മൾ ചിന്തിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ പഠിച്ച് ലിസ്റ്റിൽ പെടാതെ പോയ ഉദ്യോഗാർത്ഥികൾ കാണും. കാര്യം അവർ ചിലപ്പോൾ പ്രോപ്പറായിട്ട് പഠിച്ച് കാണത്തില്ല, അവസാന നിമിഷം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്ന് കാണും, എക്സാം ടൈമിൽ എന്തെങ്കിലും പ്രശ്നം വന്ന് കാണും, അങ്ങനെ കുറേ ആൾക്കാർ കാണും. അപ്പോൾ അവർ ചിന്തിക്കും, ഞങ്ങൾ അവിടെ കഴിഞ്ഞ തവണ പഠിച്ചതല്ലേ, അത് തന്നെയാണോ ക്ലാസ് കിട്ടുന്നത്? അത് വ്യക്തമായി സാറ് പറഞ്ഞു തന്നു. ആ ക്ലാസ് എല്ലാം അതേ കണക്ക് തന്നെ ഉണ്ട്, റഫറൻസ് ക്ലാസ് ആയിട്ട് അതെല്ലാം തന്നെ ഉണ്ട്. ഒപ്പം എന്തുണ്ട്, പുതിയ ക്ലാസ്സുകളുണ്ട്. ആ പുതിയ ക്ലാസ്സിന്റെ പ്രാധാന്യം എന്താണെന്ന് അറിയാമോ? ക്വസ്റ്റ്യൻ പാറ്റേൺ കുറേ മാറിയിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ് ടൈപ്പ് ചോദിക്കും, അസേർഷൻ റീസൺ ടൈപ്പ് ചോദിക്കും, പ്രോബ്ലംസിന്റെ എണ്ണം ഇപ്പൊ കൂട്ടി വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ മാറിയേ പറ്റത്തുള്ളൂ, നമ്മൾ മാറി ചിന്തിക്കുക തന്നെ വേണം. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന എന്താണ്, പഴയ ക്ലാസ്സുകളുണ്ട്, പുതിയ ക്ലാസ്സുകളുണ്ട്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ക്ലാസ്സുകളുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സാർ, അടുത്തത് ഇവര് പഠിച്ചെടുക്കണമല്ലോ, നമ്മൾ പഠിപ്പിച്ചാൽ മാത്രം പോലെ പഠിച്ചെടുക്കണമല്ലോ. അപ്പൊ ഏത് രീതിയിലുള്ള സ്റ്റഡി പ്ലാൻ ആണ് നമ്മൾ ഒരു ബാച്ചിൽ കൊടുക്കുന്നത്? എങ്ങനെയാണത്? നമ്മളിപ്പോൾ ഡയറി ഫാം ഇൻസ്ട്രക്ടറിനെ സാറേ നമ്മൾ എല്ലാ ദിവസവും പഠിക്കാനുള്ള സ്റ്റഡി ടോപ്പിക് കൊടുക്കും. അപ്പോൾ ഡെയിലി സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ഡെയിലി എക്സാം നടത്തിയാണ് നമ്മൾ ബാച്ച് മുന്നോട്ട് പോകുന്നത്.
അത് നമ്മുടെ കുട്ടികളുടെ ഒരു ആവശ്യപ്രകാരമാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അതായത് ഡെയിലി നമ്മൾ കുറച്ച് ടോപ്പിക്ക് കൊടുക്കുന്നു, അത് കൃത്യമായിട്ട് അവർ പഠിക്കുന്നു, അന്ന് രാത്രി തന്നെ അവർ എക്സാം എഴുതുന്നു, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലോട്ട് ചോദിക്കുന്നു. അപ്പോൾ ഡൗട്ട് ക്ലിയറൻസിന് വേണ്ടി നമ്മൾ ലൈവ് ക്ലാസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. ആ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് അധ്യാപകരോട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ച് പഠിക്കാം. അതല്ലെങ്കിൽ നമുക്ക് കൃത്യമായിട്ട് മെൻറ്റേഴ്സ് ഉണ്ട്, ആ മെൻറ്റേഴ്സിനോട് ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഡൗട്ട് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതാണ്. അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് എല്ലാ ദിവസവും പഠിച്ച് എക്സാം എഴുതി അതിൻ്റെ റിവിഷൻ എഴുതുന്ന രീതിയിൽ ഒരു സിസ്റ്റമാറ്റിക് രീതിയിലാണ് നമ്മുടെ കോഴ്സ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാസ്റ്റർ കെയുടെ ഏറ്റവും വലിയ വിജയം എന്ന് വെച്ചാൽ, നമുക്ക് ഒരു കുട്ടി ജോയിൻ ചെയ്താൽ ആ കുട്ടിയുമായിട്ട് അനുബന്ധിച്ച് ഒട്ടേറെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ക്ലാസ്സിൻ്റെ ഏറ്റവും മികച്ച ക്ലാസ് കൊടുക്കുന്നതുകൊണ്ടും ഏറ്റവും നല്ല രീതിയിൽ മെൻറ്റർഷിപ്പ് നമ്മൾ കൊടുക്കുന്നതുകൊണ്ട് മാത്രമാണ് അങ്ങനെ കുട്ടികളുടെ ഫ്രണ്ട്സ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ കുട്ടികളാണ് നമുക്ക് ഏറ്റവും നല്ല ഒരു മൗത്ത് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് മാസ്റ്റർ കെ അക്കാഡമി കഴിഞ്ഞ തവണ ഫസ്റ്റ് റാങ്ക് കിട്ടിയതും ഒട്ടേറെ കുട്ടികൾക്ക് മെയിൻ റാങ്ക് ലിസ്റ്റിൽ എത്താൻ സാധിച്ചതും ഞങ്ങളുടെ കുട്ടികളാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യാവുന്ന മാക്സിമം കാര്യങ്ങൾ സാറേ നമ്മൾ ചെയ്തു കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, വളരെ നല്ല കാര്യമാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ നമുക്കറിയാം. കഴിഞ്ഞ 14ഓളം പരീക്ഷകൾക്ക് നമുക്ക് 1ാം റാങ്ക് കിട്ടിയതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസ്റ്റ് അല്ലെങ്കിൽ എക്സാമാണ് ഡയറി ഫാമിൻ്റെത്. അതെന്താണെന്ന് ചോദിച്ചാൽ അതായത് 1 ലക്ഷത്തിലധികം ആപ്ലിക്കേറ്റ്സ് വരുന്ന പരീക്ഷയാണത്. അപ്പം ഒരുപാട് ആൾക്കാർ ഒന്നിച്ച് മത്സരിക്കുന്ന പരീക്ഷയിൽ നമുക്ക് 1ാം റാങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇത്രയും ആൾക്കാരിലേക്ക് ശ്രദ്ധ പോകും. ഇപ്പം കുട്ടികളൊക്കെ ചിന്തിക്കും, ഈ ഡയറി ഫാം ഇൻസ്റ്റിറ്റ്യൂട്ട് കഴിഞ്ഞ തവണ ഏത് സ്ഥാപനത്തിലാണ് 1ാം റാങ്ക് കിട്ടിയത്, ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് ജോലി വാങ്ങിച്ചു കൊടുത്ത സ്ഥാപനം ഏതാണ്. അപ്പോൾ അവിടെ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിലെ കുറിച്ച് അറിയാൻ സാധിക്കും. ഈ ഡയറി ഫാം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു രസകരമായ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ തവണ 1ാം റാങ്ക് ആയിരുന്നു. അതിന് മുമ്പത്തെ തവണ അജിം ഷാ, അത് നമ്മുടെ സുഹൃത്തായിരുന്നു, അദ്ദേഹത്തിന് 1ാം റാങ്ക് ആയിരുന്നു. അപ്പോൾ 2 1ാം റാങ്ക് കിട്ടിയ സ്ഥാപനമാണ്. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചോളുക, നിങ്ങളത് കൃത്യമായിട്ട് യൂട്യൂബ് ചാനലിൽ നമ്മൾ അദ്ദേഹത്തിന് ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്, അത് കൃത്യമായിട്ട് കണ്ടു നോക്കുക. അപ്പോൾ നമുക്ക് സിലബസിനെ പറ്റി എന്താണ് ഇനി പറയാനുള്ളത്? ഡയറി ഫാം ഇൻസ്ട്രക്ടറെ സംബന്ധിച്ച് സിലബസ് അവസാനമായിട്ട് ചേഞ്ച് ചെയ്തത് 2024. അപ്പോൾ ഏകദേശം ഇപ്പം 2024 ഡിസംബറിലാണ് കഴിഞ്ഞ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് കേരള PSC. അപ്പം അതിനുശേഷം ഇപ്പോൾ ഏകദേശം 1.5 വർഷം കഴിഞ്ഞു. അപ്പം ഇനി അതിനകത്തൊരു സിലബസിലൊരു ചേഞ്ച് കാണാൻ ചാൻസ് തീരെ കുറവാണ്. ഒരു 99% നമ്മൾ പ്രീവിയസ് സിലബസ് തന്നെയാണ് വരാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ പ്രീവിയസ് സിലബസ് എന്ന് പറയുമ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന സിലബസാണ്. കാര്യം എന്ന് വെച്ചാൽ +1 +2ൻ്റെ ബേസിക് ആയിട്ടുള്ള ഫിസിക്സ്, അതുകൂടാതെ കെമിസ്ട്രി, അതുകൂടാതെ ബോട്ടണി, സുവോളജി, അതേപോലെ മാത്സ്, ഡയറി സയൻസ്. അപ്പോൾ ഇത്രയും ഇൻക്ലൂഡ് ചെയ്ത ഒരു സിലബസാണ് ഡയറി ഫാം ഇൻസ്ട്രക്ടറിനുള്ളത്. എന്ന് വെച്ചാൽ +1 +2ലെ ഒരു വൈഡ് സിലബസ് അല്ല. അതായത് ഫിസിക്സ് എടുത്താൽ തന്നെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ചെറിയ കണ്ടന്റുകൾ മാത്രമാണ് ഫിസിക്സിലുള്ളത്. അത് കെമിസ്ട്രിക്ക് ആയാലും ഫുള്ള് +1 +2 ടോപ്പിക്കല്ല, വളരെ ലിമിറ്റഡ് ആയിട്ട് ഒരു എഡിറ്റർ വെർഷൻ എന്ന പോലെ ചെറിയ ടോപ്പിക്കുകൾ മാത്രമാണ് കെമിസ്ട്രിക്കകത്തുള്ളത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളൊരു സ്റ്റഡി പ്ലാൻ വെച്ച് കൃത്യമായിട്ട് ഇത്രയും പഠിച്ചു പോയാൽ അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ റാങ്കിലേക്ക് എത്താൻ സാധിക്കും. അപ്പോൾ സിലബസിൽ ഒരു ചേഞ്ചസ് കേരള PSC കൊണ്ടുവരാൻ യാതൊരു സാധ്യതയില്ല. ഓക്കെ, ഇതിനകത്ത് ഞാൻ മനസ്സിലാക്കിയ കാര്യം, സാറ് പറഞ്ഞ കേട്ടപ്പണി മനസ്സിലാക്കിയ കാര്യം, ഈ ഡയറി ഫാം ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് ഡിഗ്രി ലെവൽ പോസ്റ്റാണ്, എല്ലാവർക്കും അറിയാം. UD ക്ലർക്കിൻ്റെ സാലറി സ്കെയിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ അതായത് നമ്മുടെ ജനറൽ PSC പഠിക്കുന്ന കണക്ക് ഒരുപാട് ടോപ്പിക്കുകൾ പഠിച്ചെടുക്കേണ്ട ആവശ്യകത വരത്തില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞ കാര്യം പറയട്ടെ, ഫിസിക്സ്, കെമിസ്ട്രി, സുവോളജി, ബോട്ടണി, മാത്സ്, ഇത് കോമൺ ആയിട്ട് വരുന്ന ഒരുപാട് പരീക്ഷകളുണ്ട്. ഇപ്പോൾ ലീഗൽ മെട്രോളജിക്ക് വരാറുണ്ട് അല്ലേ, അവിടെ ഫിസിക്സ് വരും, കെമിസ്ട്രി വരും. അതൊക്കെ ജൂനിയർ ലാബസ്റ്റ് വരാറുണ്ട്. ജൂനിയർ ലാബസിനെ പലയിടത്തും വിളിക്കും, മെഡിക്കൽ എഡ്യൂക്കേഷൻ വിളിക്കും, കേരള വാട്ടർ അതോറിറ്റി വിളിക്കും, അങ്ങനെ കുറേ പോസ്റ്റൊക്കെ വിളിക്കാറുണ്ട്. ഇവിടെയൊക്കെ ഇതൊക്കെ തന്നെ വേണം. ഞാൻ പലപ്പോഴും നമ്മുടെ മെൻറ്റേഴ്സ് ഇങ്ങനെ സ്റ്റഡി പ്ലാൻ ഇടുമ്പം ഈ സിലബസ് നോക്കാറുണ്ട്. അപ്പോൾ പല ടോപ്പിക്കുകളും കോമൺ ആണ്. അപ്പോൾ നിങ്ങളോട് പറയട്ടെ, സാറ് പറഞ്ഞ കണക്ക് ആ സിലബസിൽ സിസ്റ്റമാറ്റിക്കായിട്ട് അനലൈസ് കഴിഞ്ഞാൽ ഷോർട്ട് ടൈം കൊണ്ട് സിലബസ് പൂർത്തിയാക്കാനും മാക്സിമം റിവിഷൻ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് സിലബസ് അറിഞ്ഞ് പഠിച്ചാൽ ഉറപ്പായിട്ട് റാങ്ക് കിട്ടും. സാറേ, മറ്റൊരു ചോദ്യം, നമ്മൾ റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞിരുന്നു. അതായത് കോഴ്സിനൊപ്പം റാങ്ക് ഫയൽ പ്രൊവൈഡ് ചെയ്യുന്ന ഏക സ്ഥാപനമാണ് മാസ്റ്റർ കെ അക്കാഡമി. അപ്പോൾ ഈ കോഴ്സിനൊപ്പം ആരും അങ്ങനെ പറഞ്ഞിട്ടില്ലെന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ കോഴ്സിനൊപ്പം റാങ്ക് ഫയൽ നമ്മൾ കൊടുക്കുന്നു. അതിൻ്റെ തയ്യാറെടുപ്പുകളൊക്കെ എന്തായിട്ടുണ്ട്? ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ റാങ്ക് ഫയൽ ഏകദേശം നമ്മളൊരു അവസാന ഘട്ടത്തിലാണ്. നമ്മുടെ ഏകദേശം അതിൻ്റെ പണിയൊക്കെ ഏകദേശം പൂർത്തിയായി വരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ ഫിസിക്സിൻ്റെയും അതുപോലെ കെമിസ്ട്രിയുടെയും ബോട്ടണിയുടെയും സുവോളജിയുടെയും മാത്സിൻ്റെയും ഡയറി സയൻസിൻ്റെയും ഓരോ മൊഡ്യൂൾ വെച്ചിട്ടുള്ള മാക്സിമം
ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും അതിൻ്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മുടെ റാങ്ക് ഫയൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഫിസിക്സിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ മാത്സിൻ്റെ പ്രോബോളിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ എടുത്താൽ ആ പ്രോബോളിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള മാക്സിമം ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൻ്റെ 4 ഓപ്ഷൻ കാണും, അതിൻ്റെ ആൻസർ തൊട്ട് താഴെ കാണും, അതിൻ്റെ എക്സ്പ്ലനേഷൻ കാണും. അപ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ആണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ റാങ്ക് ഫയൽ കൊണ്ട് നമ്മുടെ കോഴ്സ് എടുക്കുന്ന എല്ലാവർക്കും നമ്മുടെ റാങ്ക് ഫയൽ സൗജന്യമാണ്. കോഴ്സ് എടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മാത്രമേ നമ്മൾ റാങ്ക് ഫയൽ കൊടുക്കുന്നുള്ളൂ, ഔട്ട് സൈഡ് നമ്മൾ ആർക്കും കൊടുക്കുന്നില്ല. അപ്പം നമ്മുടെ റാങ്ക് ഫയൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാക്സിമം ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് മാക്സിമം ചെയ്ത് പഠിക്കാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് എറർ വരും. അപ്പോൾ മാക്സിമം എറർ വരണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം എന്ന് വെച്ചാൽ എറർ വന്നാൽ മാത്രമേ നിങ്ങളത് കറക്റ്റ് ചെയ്ത് പഠിക്കത്തുള്ളൂ. അപ്പോൾ എത്രത്തോളം എറർ വരുന്നോ അത്രത്തോളം നല്ലതാണ്. അത് കറക്റ്റ് ചെയ്ത് നമ്മുടെ അധ്യാപകരോട് ചോദിച്ച് തന്നെ നിങ്ങൾക്ക് പഠിച്ചു പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു 1000കണക്കിന് ക്വസ്റ്റ്യൻസ് നിങ്ങളിലേക്ക് എത്തുകയാണ്. അപ്പം കൃത്യമായിട്ട് നമ്മുടെ റാങ്ക് ഫയൽ ഫോളോ അപ്പ് ചെയ്താൽ കഴിഞ്ഞ വട്ടം സുമയ്യ നേടിയതിൻ്റെ കൂട്ട്, അജിംഷ നേടിയതിൻ്റെ കൂട്ട്, ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെ ഏറ്റവും മികച്ച റാങ്കുകൾ നിങ്ങളെ തേടിയെത്തും. ഓക്കെ, അപ്പം സാർ ഇത്രയും വളരെ വിശദമായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ നമ്മൾ സിലബസ് അനുസരിച്ച് ടോപ്പിക്ക് പഠിക്കുന്നതിനൊപ്പം തന്നെ മാക്സിമം ചോദ്യങ്ങളും കൂടെ ചെയ്യുമ്പം നമ്മൾ സെറ്റാവും. അപ്പോൾ അടുത്തൊരു ചോദ്യമാണ്, ഒരു കുട്ടി നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു, നമ്മുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞു, റിസൾട്ടൊക്കെ നോക്കിക്കൊള്ളാം, ഡെമോ ക്ലാസ് നോക്കിക്കൊള്ളാം, അദ്ദേഹത്തിന് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ജോയിൻ ചെയ്തു കഴിഞ്ഞപ്പം അദ്ദേഹത്തിന് ഒരു ഡൗട്ട് വന്നു. അപ്പം ആ ഡൗട്ട് എങ്ങനെയാണ്, മെന്റർ സപ്പോർട്ടാണോ അത് അല്ലെങ്കിൽ നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പാണോ, എങ്ങനെ ആ കുട്ടിയെ സഹായിക്കാൻ നമുക്ക് കഴിയും? സപ്പോസ് ഒരു പോർഷൻസ് പഠിച്ചു തുടങ്ങുന്ന നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഡൗട്ട് വരും അല്ലേ. അപ്പോൾ ഡൗട്ട് വരുമ്പം നമുക്ക് കൃത്യമായിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അപ്പോൾ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് നിങ്ങൾക്ക് ആ ഡൗട്ട് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ആ ഡൗട്ട് ഷെയർ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മെൻറ്റേഴ്സ് കൃത്യമായിട്ട് ആ ഡൗട്ട് നമ്മുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുന്നു. അധ്യാപകർ ക്ലിയർ ആയിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ നമുക്ക് തരുന്നു. അത് നമ്മൾ ഗ്രൂപ്പിലോട്ട് ഫോർവേഡ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഏതൊക്കെ ഡൗട്ട് വരുന്നുണ്ട്, ഏതൊക്കെ ടോപ്പിക്കിന് ഡൗട്ട് വരുന്നുണ്ട്, അതെല്ലാം അപ്പോൾ തന്നെ ഏകദേശം ഒരു 10-15 മിനിറ്റ് കൊണ്ട് തന്നെ ആ ഡൗട്ട് നമ്മൾ ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളോടൊപ്പം നിൽക്കുന്ന ഒരു സ്ഥാപനമാണ് മാസ്റ്റർ കീ അക്കാഡമി. ഓക്കെ, അപ്പം നമ്മൾ ഇപ്പോൾ കോഴ്സിൻ്റെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അടുത്ത് നമുക്ക് അറിയേണ്ടത് ഓരോ സബ്ജക്റ്റിൻ്റെ കാര്യങ്ങളാണ്. അപ്പോൾ സാറാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നത്, സാറാണ് ഇതിൻ്റെ ഹെഡ്. അപ്പം നമുക്ക് നമ്മുടെ ഉദ്യോഗാർത്ഥികളെല്ലാം അറിയണം, അടുത്ത ഫിസിക്സിൻ്റെ ഒരു ഫാക്കൽറ്റി വന്നിട്ട് ഫിസിക്സിൻ്റെ ഒരു എക്സ്പ്ലനേഷൻ കാര്യങ്ങളൊക്കെ വേണം, ഇവിടെ നിന്നൊക്കെ പഠിക്കണം, ഇവിടെ ക്വസ്റ്റ്യൻ വരും. അപ്പോൾ നമ്മുടെ അടുത്തൊരു എപ്പിസോഡിൽ നമുക്ക് അതിൻ്റെ ഡിസ്കഷൻ ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പം ഞങ്ങൾ ഒപ്പം ഉണ്ട്, ഡയറി ഫാം ഇൻസ്ട്രക്ടറിൻ്റെ കോഴ്സിനൊപ്പം ഞങ്ങളുണ്ട്. ഞങ്ങളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് സിലബസിനെ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് ദ ബെസ്റ്റ് ഫാക്കൽറ്റീസിനെ കൊണ്ട് നിങ്ങളെ കൊണ്ട് പഠിപ്പിച്ച് മാക്സിമം ചോദ്യങ്ങൾ ചെയ്യിപ്പിച്ച് ഫ്രീ ആയിട്ട് റാങ്ക് ഫയൽ നൽകി മൊഡ്യൂൾ വൈസ് എക്സാമും മോക്ക് എക്സാമും എല്ലാം നൽകി നിങ്ങളെ ഉയരങ്ങളിലേക്ക് എത്തുക, നിങ്ങൾക്ക് ജോലി വാങ്ങിച്ചു തരിക. അപ്പോൾ വരും ദിവസങ്ങളിൽ ഓരോ സബ്ജക്റ്റിൻ്റെ അനാലിസിസ് ഉണ്ടായിരിക്കും. ഫിസിക്സും കെമിസ്ട്രിയും സുവോളജിയും ബോട്ടണിയും ഡയറിയും മാത്സും എല്ലാം ഉണ്ടായിരിക്കും. എവിടെ നിന്നൊക്കെ സ്ട്രോങ് പോയിന്റ് ഏതാണ്, എവിടെ നിന്നൊക്കെ പഠിക്കണം, അതെല്ലാം കൃത്യമായി പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പം നമ്മുടെ 10ാമത്തെ ബാച്ചാണ്. എനിക്കൊന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സ്ഥാപനം മാസ്റ്റർ കീ അക്കാഡമിയാണ്. ഏറ്റവും കൂടുതൽ ബാച്ചുള്ള സ്ഥാപനം മാസ്റ്റർ കീ അക്കാഡമിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ഈ ജോലി വാങ്ങണമെന്ന് ആഗ്രഹമുണ്ട് എങ്കിൽ എത്രയും പെട്ടെന്ന് മാസ്റ്റർക്ക് ജോയിൻ ചെയ്യുക, നന്നായി പഠിക്കുക. താങ്ക് യു.